സോൺ ഉണ്ടാക്കില്ലോ ഫസ്റ്റ് തൊട്ട് അടിച്ചിട്ടോ അപ്പോഴത്തെ അത്യാവശ്യം ക്ലിയർ ഉണ്ട് കേട്ടോ. ഗ്ലേസിങ് വരും ഇനി പോളിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ പക്കാവുന്നുള്ളതാണ്. അതുണ്ടോ മോണോഗ്രാമിൻ്റെ കാര്യം പറയുമ്പോൾ ഇത് കണ്ടോ, ഇത് ബ്ലാക്ക് ചെയ്തിട്ടുണ്ട് DDIS. ഇത് കാണുന്നത് 2007 സ്വിഫ്റ്റ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ റീസ്റ്റോർ ചെയ്യണ വർക്കും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പമ്പർ കാര്യങ്ങൾ അങ്ങനെയുള്ള ഉള്ളിലെ ഡോർ പേഡ് അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ അയച്ചിട്ടുള്ള കേട്ടോ. അപ്പോൾ പവർ സ്റ്റോക്കിൻ്റെ പുതിയൊരു റീസ്റ്റോറേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വണ്ടിയുടെ ഉൾഭാഗത്തുള്ള ഡോർ പേഡ് ഫോർമാറ്റ് അതുപോലെ തന്നെ ബാക്കിയുള്ള റൂഫ് വെച്ച് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ അയച്ചിട്ടുള്ള കേട്ടോ. അതിന് ബാക്ക് ബമ്പർ അതുപോലെ ഫ്രണ്ട് ബമ്പർ ഫുള്ള് ഡാമേജിൻ്റെ ബമ്പറും കാര്യങ്ങളുണ്ടാകും. അതുപോലെ സ്കേർട്ട് ഈ കാണുന്ന പാച്ച് വർക്കും കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. റണ്ണിങ് ബോർഡ് അതുപോലെ ഓപ്പോസിറ്റ് സൈഡ് റണ്ണിങ് ബോർഡ് അലമ്പായിട്ടുള്ളത്. അപ്പോൾ 6 ഭാഗങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ പക്കായിട്ട് ഫുൾ ഭാഗങ്ങൾ പീസാക്കിയിട്ടുണ്ട് അടിക്കുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള അത്യാവശ്യം ഭാഗങ്ങൾ നമ്മൾ അയക്കാനും അതുപോലെ തന്നെ ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാണ്. അതുപോലെ തന്നെ ആ കളർ ചേഞ്ച് ചെയ്യുന്ന ഭാഗങ്ങൾ ഫുള്ള് ഫില്ലാക്കിയിട്ട് ചെയ്യാനും നമ്മൾ നോക്കുന്നുണ്ടെന്നുള്ള കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഫുള്ള് പീസാക്കിയിട്ട് ഈ ഭാഗം ഫുള്ള് ഒഴിവാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വരുന്ന വെതർ സ്ട്രിപ്പ് അതുപോലെ ഡോറിൻ്റെ ബീഡിങ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഭാഗങ്ങൾ ഫുൾ നമ്മൾ അയച്ചിട്ടുള്ളതാണ്. അതുപോലെ ഈ ക്യാബിന് ഭാഗങ്ങൾ ഫുള്ളായിട്ട് പീസാക്കിയിട്ടുള്ള കേട്ടോ. പിന്നെ വാഷ് ചെയ്തിട്ട് ഇതാണ്ടോ അടിയിലുള്ള അലമ്പോ കാര്യങ്ങൾ ഫുള്ള് വലിച്ചെടുത്ത് വാഷ് ചെയ്ത് പക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ പറ്റ അലമ്പായിരുന്നു, പറ്റ കച്ചറിയും കാര്യങ്ങളും ഇതിനകത്ത് ഫുള്ള് ചളിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു ഭാഗം അയക്കണതിന് മുമ്പുള്ള കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു തരാമെന്നുള്ള കേട്ടോ. ഇതിൻ്റെ അടിയിലേക്ക് വെള്ളം കയറിയിട്ടേ ഈ ഭാഗം മൊത്തം അയക്കണം ഫോർമാറ്റ് ഏതായാലും പണിയെടുക്കണം. അപ്പോൾ മൊത്തം പ്രത്യേകിച്ച് ചെയ്യരുത്. പിന്നെ ബാക്ക് ബമ്പർ മാറ്റിയാണ്. ബാക്ക് ബമ്പറിൻ്റെ ഈ സൈഡ് പിന്നെ ചെറുതായിട്ട് തട്ടുമ്പോൾ തന്നെ അത് ബെൻഡാവുണ്ട്. അപ്പോൾ മാറ്റണം. അപ്പോൾ ബാക്ക് ബമ്പറിൻ്റെ ഫുൾ അയച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തുരുമ്പുണ്ടോ ഈ സെൻറ്ററിൽ ഫുള്ള്. അപ്പോൾ അതാണ് ഇതിൽ ഫുള്ള് വെള്ളം കയറിയിട്ട് ഇതിലൊക്കെ തുരുമ്പോൾ പറ്റുമെങ്കിൽ ഫോർമാറ്റ് ഇത് ഫുള്ള് ഒഴിവാക്കിയിട്ട് ഫോർമാറ്റ് ഈ സാധനം ഇട്ടിട്ട് ഫുള്ള് വെള്ളം ഇറങ്ങിയിട്ട് സാധനം പോയത്. പിന്നെ ഈ ഒരു മാറ്റ് ഒട്ടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അറിയില്ല ഇതുണ്ടോ ഈ സ്പോഞ്ചിക്കായിട്ടുണ്ടെന്നിട്ട് തുരുമ്പ് വരും. ഇത് വേണ്ടാത്ത കുറേ വയറുകൊണ്ട് ഇട്ടത് ഈ സാധനം ഉണ്ടോ ഇതൊക്കെ ഒഴിവാക്കേണ്ടി വരും. അതൊക്കെ ഒഴിവാക്കണം. കുറേ സബിൻ്റെ വയറും കാര്യങ്ങളൊക്കെ കുറേ കയറ്റിട്ടുണ്ട്. സ്വിഫ്റ്റിൻ്റെ മോണോഗ്രാം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടോ ഇതിൽ പറ്റ അലമ്പായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ബ്ലാക്ക് ചെയ്യാൻ കരുതുന്നുണ്ട് കേട്ടോ. മൊത്തമായിട്ട് ബ്ലാക്ക് ചെയ്യാണ്ട് സെറ്റ് ചെയ്യാൻ കരുതുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളിൽ കളർ പോയിട്ടുണ്ട്. പിന്നെ ക്ലിയർ കയറിയിട്ട് അത് അലമ്പാകും കേട്ടോ. അതും വേണം പറയാം. ഈ ഭാഗം മൊത്തം പറിച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്ലിയർ ആവും. പക്ഷേ എന്താ വെച്ചാൽ ആ പറിക്കുന്ന ടൈമിൽ അവിടെ സ്ക്രാച്ച് ആയിട്ട് ആ ഭാഗം വീക്കാവുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ബാക്ക് ആക്കണം മൊത്തമായിട്ട്. ഇതുണ്ടോ സ്വിഫ്റ്റിൻ്റെ ഈ ഒരു ഭാഗം ഇത്. അപ്പോൾ ഇത് ബ്ലാക്ക് ആക്കുന്നതിന് മുന്നോട്ടായിട്ട് ഇതിനുള്ളിലുള്ള ഈ ഭാഗങ്ങൾ ഫുള്ള് പക്കായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യട്ടോ. ഈ ഭാഗത്ത് ചിക്കനും കാര്യങ്ങൾ ഒഴിവാക്കും. പിന്നെ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് ഒഴിവാക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഈ ഭാഗങ്ങൾ ഫുള്ള് പക്കായിട്ട് ചെയ്തിട്ട് പെയിൻറ്റിങ് ഉണ്ടാകുന്ന വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിനും ലൈറ്റുകളും കാര്യങ്ങളൊക്കെ കേട്ടോ. ഗിൽസും കാര്യങ്ങളൊക്കെ ബ്ലാക്ക് ചെയ്യാട്ടോ. ബ്ലാക്ക് ചെയ്യാൻ ഓൾറെഡി ബ്ലാക്കാണ്. പക്ഷേ എന്താ വെച്ചാൽ ഈ ഭാഗങ്ങളൊക്കെ നാച്ചുറലുണ്ട്. ഈ ഒരു ഫൈബർ മെറ്റീരിയൽ ആകുമ്പോൾ അത്യാവശ്യം ഈ വെയിലും കാര്യങ്ങളും കൊണ്ടുവരുന്നത് അലമ്പാവുന്നുള്ളൂ. അപ്പോൾ ഈ ഭാഗങ്ങൾ ബ്ലാക്ക് ചെയ്യുന്നുണ്ട് മൊത്തമായിട്ട്. സെറ്റിൻ്റെ വർക്ക് ഏറെക്കുറെ ഈ ഒരു ടൈപ്പ് ആയി എന്നുള്ളതാണ്. അപ്പോൾ പ്രൈമറും കാര്യങ്ങളും അടിച്ച് ബക്കാക്കി സെറ്റാക്കി വെച്ചിട്ടുള്ള കേട്ടോ. പിന്നെ ഉൾഭാഗത്ത് മറ്റു നീര് തന്നെയാണ്. അപ്പോൾ ആ ഒരു ഭാഗം സെറ്റാക്കാണ്ട് ഇതുപോലെ സെയിം വേറെ കളർ സെറ്റ് കേട്ടോ. സെയിം മോഡലാണ്. 2007, 2008 ആ ഒരു കാറ്റഗറി കേട്ടാണ്. അപ്പോൾ ഇതിൻ്റെ മിറർ നമ്മൾ ചേഞ്ച് വരുത്തുന്നുണ്ട്. പിന്നെ കളറിൻ്റെ കാര്യങ്ങളോട് പറഞ്ഞിരുന്നത് കളർ പറഞ്ഞാൽ വൈറ്റ് കേട്ടോ. പേൾ വൈറ്റ് നമ്മൾ ചെയ്യാൻ കരുതുന്നത്. പിന്നെ അതുപോലെ റൂഫിൻ്റെ ഈ ഒരു ഭാഗം ഈ ഭാഗം ഫുൾ ബ്ലാക്ക്. പിന്നെ അതുപോലെ തന്നെ ഈ മിററിൽ ചെറിയൊരു മാറ്റം വരുന്നുണ്ട്. റൂഫ് ഈ ഭാഗം പോർഷൻ ഒറ്റക്കുള്ളൂ കേട്ടോ. മോൾ പോർഷന് അതുപോലെ ഈ ഭാഗം. പിന്നെ ക്രോമ് കാര്യങ്ങൾ അതെല്ലാം. അപ്പോൾ പ്രൈമറിൻ്റെ കളർ ചെറിയ ചേഞ്ച് പോലെ തോന്നുന്നു കേട്ടോ. ഈ മുകളിൽ ഡാർക്ക് ആണ്. അപ്പോൾ അതിൻ്റെ കളറാണ് ഈ വീഡിയോയിൽ കാണുന്ന കളറല്ല, മാറ്റുണ്ട് കാര്യം. പിന്നെ അത്യാവശ്യം പക്കായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കൃത്യമായിട്ട് അത്യാവശ്യം വേറെ ഭാഗങ്ങളിൽ പാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി മുമ്പിൽ ചെയ്തിട്ട് പക്കാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗങ്ങൾ ബ്ലാക്ക് സ്റ്റിക്കർ അതുമ്പോൾ കമ്പനി ഒരു സ്റ്റിക്കറാണ്. അപ്പോൾ അതിനെ അതുമ്പോൾ കേട്ടിട്ടുണ്ടോ. ഇതിൽ ഇത്ര വരും ബ്ലാക്ക്.
ഇതാട്ടോ വണ്ടി പെയിൻറ്റിങ് കഴിഞ്ഞ് വന്നു കേട്ടോ. ഇതിൻ്റെ റൂഫ് ബ്ലാക്ക് എസ്റ്റിയാന ബോണ്ട് ബാക്ക് ഡിക്കി അടിച്ചിട്ട് NC കാണിച്ചത്. അതുപോലെ തന്നെ ഇതാണ് ഫ്രണ്ട്. അപ്പോൾ ഈ ഭാഗം പെയിൻറ്റ് അടിച്ചിട്ട് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് ഗ്ലേസിങ് വരും, ഇനി പോളിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ പക്കാവുന്നുള്ളതാണ്. അതുകൊണ്ടോ ഇവിടെ മൊത്തമായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ മിറർ ഇങ്ങനെ കൊടുത്തിട്ടില്ല കേട്ടോ. അതുപോലെ ഉള്ളിൽ ജസ്റ്റ് കാണിച്ചു തരാം. റൂഫും അതുപോലെ ഈ ഒരു ബാക്കിൽ സ്പോയിലർ വരുന്ന ഭാഗം ബ്ലാക്ക് ചെയ്ത് കേട്ടോ. അതുപോലെ ബാക്ക് 2 ടൈൽ നമ്മൾ മാറ്റുന്നുണ്ട്. ഉള്ളിലുണ്ടോ, ഉള്ളിൽ ഫുള്ള് പക്കായിട്ട് ഡീറ്റെയിൽ ആയിട്ട് സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെടി എന്നൊക്കെ പറഞ്ഞത് നമ്മൾ ജസ്റ്റ് അതിൽ ഇരുന്നിട്ട് ഓടിച്ചു വന്നപ്പോൾ കാല് തട്ട് ഭാഗങ്ങളൊക്കെയാണ്. അത് ക്ലിയർ ആക്കിയിട്ട് മാറ്റി ഇരിക്കണം. പിന്നെ അതിന് ശേഷം ഉള്ളിൽ വേറെ മാറ്റ് സെറ്റ് ചെയ്യേണ്ടത് MLFO അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടിക്കണം മാറ്റോ സെറ്റ് ചെയ്യണം തീരുന്നുണ്ട്. പിന്നെ സീറ്റ് കവർ, പിന്നെ റൂഫിൻ്റെ ഭാഗം ഉണ്ടോ പക്ക അലമ്പാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലിയർ ആക്കണം. അത്രത്തോളം കിട്ടും നോക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങൾ. പിന്നെ ഹെഡ്ലൈറ്റ് ചേഞ്ച് ചെയ്യണില്ല. ഇപ്പോഴുള്ള ഹെഡ്ലൈറ്റ് ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ട്. അപ്പോൾ അതിന്ന് പോളിഷ് ചെയ്ത് കണ്ട് കിട്ടുമെന്ന് നോക്കണം. അപ്പോൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 2 ഹെഡ്ലൈറ്റും അതന്നെ ഫിറ്റ് ചെയ്യും. ഭാഗം ഫുള്ള് ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ പമ്പർ ഉടുക്കിയിട്ട് കാണുന്ന ഭാഗങ്ങൾ, ഉള്ളിൽ കൂടെ കാണുന്ന ഭാഗങ്ങൾ ഫുള്ള് ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളിൽ ഈ സ്റ്റെമ്പ്, അതുപോലെ ഡോറിൻ്റെ സൈഡിൽ പറ്റാവുന്നിടത്തോളം വൈറ്റ് കയറ്റിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഈ സ്റ്റിയറിംഗ് കവർ മാറ്റുന്നത് കരുതുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞതിന് ശേഷം. ഇനി ഇൻറ്റീരിയൽ ഫിറ്റ് ചെയ്യണം. അതുപോലെ ബാക്കിയുള്ള സംഭവങ്ങൾ. പിന്നെ റിമും കാര്യങ്ങളും ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. ഇനി പോളിഷ് ചെയ്താലാണ് ഒരു പക്ക ഒരു ഗ്ലേസിങ് കാര്യങ്ങൾ കിട്ടുള്ളൂ എന്നുള്ള കേട്ടോ. ഇവരും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടോ. പിന്നെ പറഞ്ഞാൽ ഇത്രയും ഭാഗം നമുക്ക് അതിൽ കയറ്റാലോ കേട്ടോ. ഇതുണ്ടോ. പിന്നെ ഇങ്ങനെ ഭാഗം അയക്കുമ്പോൾ ഇതിൻ്റെ ബീഡിങ് കാര്യങ്ങൾ ജസ്റ്റ് ടാപ്പ് ചെയ്തുകൊണ്ട് ഏതൊക്കെ സൈഡാന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് ഫിറ്റ് ചെയ്യാന്നുള്ള കേട്ടോ. ഏതാ ഭാഗം എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവില്ല എന്നുള്ള. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗങ്ങൾ ക്ലീൻ ആക്കണ്ട്. പിന്നെ അതുപോലെ ഡിക്കി ഷോക്ക് അങ്ങനെയുള്ള ഭാഗങ്ങൾ ചെയ്തു. ഫോഗ് ലാമ്പ് താൽക്കാലിക ഇത് സെറ്റ് ചെയ്യാണ്. എന്നിട്ട് ക്ലിയർ ഇല്ലാന്നുണ്ടെങ്കിൽ അത് മാറ്റുന്നില്ല. പിന്നെ ആക്കുന്നതിന് മുമ്പേ ഡോർ പേഡ് ജസ്റ്റ് എടുത്താട്ടോ. ഇതുണ്ടോ ഫസ്റ്റ് ടൈം എടുത്ത് വെച്ചാണ്. എത്രത്തോളം അലമ്പുണ്ടാകും ഇതിൻ്റെ ഡോർ പേഡിൻ്റെ ഉള്ളിലെല്ലാം എന്നുള്ള. അപ്പോൾ ആ ഒരു ഭാഗം ഫുള്ള് നമ്മൾ ക്ലീൻ ആക്കിയിട്ടാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്ക് ബമ്പർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കട്ടോ. ബാക്ക് ബമ്പർ ഇതുണ്ടോ അടിച്ചതിൻ്റെ ഇത്രയും ഭാഗം വൈറ്റ് അടിച്ചിട്ട് അടിയിൽ ഫുള്ള് ബ്ലാക്ക്. അപ്പോൾ ഈ ഒരു ഭാഗത്തുണ്ടോ അത്യാവശ്യം വൃത്തി ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ റിന്യൂവൽ ആകുമ്പോഴേക്കിന് അത്യാവശ്യം ചളിയും കാര്യങ്ങളും ചെല്ലും ചെയ്യും. അതുപോലെ ഈ ഭാഗങ്ങളൊന്നും അയച്ച് നമ്മൾ ക്ലീൻ ചെയ്യാത്ത ഭാഗങ്ങൾ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ ബ്രേക്ക് ലൈറ്റിൻ്റെ ഏരിയ, അതിൻ്റെ ഉൾഭാഗം, എല്ലാ ഭാഗവും ഇത് കണ്ടോ. അതുപോലെ ഈ കാണാം കേട്ടോ അതിൻ്റെ പമ്പർ ലോക്ക്, ബാക്ക് പമ്പറിൻ്റെ ലോക്കാണ്. ഇതാണ് ജനുബാസാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടൈപ്പ് തന്നെ കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ സെറ്റ് ചെയ്യുന്ന ടൈമിൽ, പമ്പർ സെറ്റ് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു പമ്പർ ലോക്ക് 2 സൈഡിൽ മാറ്റി കൊടുക്കുന്നത് ബെറ്റർ ആവുന്നില്ല. എന്താ വെച്ചാൽ ഈ പമ്പർ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ട് പെയിൻ്റ് എടുക്കുന്നത് ചിലർ ഇവിടെ സ്ക്രൂ ചെയ്തുകൊണ്ട് പുട്ടിട്ട് കണ്ട് പെയിൻ്റ് എടുക്കും. പിന്നീട് അയക്കുന്ന ടൈമിൽ അത്രയും നമുക്ക് ആ പുട്ടിയും കാര്യങ്ങളും പെയിൻ്റ് അടിക്കേണ്ട കേസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ആ ചെറിയ ഫണ്ട് വരുന്നുള്ളൂ. അപ്പോൾ ആ 2 സാധനങ്ങൾ മാറ്റി കൊടുക്കുക. അതുപോലെ ഫ്രണ്ടിലുള്ളതും മാറ്റി കൊടുത്തിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന ബ്രേക്ക് ലൈറ്റാണ് ഇത് വരുന്നത്. അപ്പോൾ ഈ ബ്രേക്ക് ലൈറ്റ് പഴയതിന് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ബ്രേക്ക് ലൈറ്റ്സ് കാര്യങ്ങൾ കമ്മിയാണെന്നുണ്ടെങ്കിൽ ഇത് മാറ്റി കൊടുക്കും. അതുപോലെ തന്നെ ഇതിന് മുകൾ ഭാഗത്ത് വരുന്ന ഒരു ബ്രേക്ക് ലൈറ്റ് ഉണ്ട്. ഞാൻ മൊത്തമായിട്ടൊന്ന് ജസ്റ്റ് ഫിറ്റ് ചെയ്തതിന് ശേഷം ഫുള്ളായിട്ടൊന്ന് ഡീറ്റെയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നല്ല കേട്ടോ. ഞാൻ കാണിക്കാൻ വിട്ടുപോയൊരു ഭാഗം കേട്ടോ. ഫ്ലോർ മാറ്റ് ഇതുണ്ടോ പക്കായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫോർമാറ്റ് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഈ ഭാഗം വരെ ചെയ്യുള്ളൂ കേട്ടോ. ഇവിടെ നമ്മൾ സീറ്റ് ഓപ്പറേറ്റ് കൊടുക്കില്ല. പിന്നെ അതല്ല ഈ ഭാഗത്ത് കൂടുതലായിട്ട് വെള്ളം നിൽക്കില്ല. വെള്ളം അത് ഇതിനകത്ത് വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ ഈ ഫ്ലോറിൻ്റെ ഈ ഒരു ഭാഗത്ത് വന്ന് നിൽക്കുള്ളൂ. അപ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് ചെയ്യുള്ളൂ. പിന്നെ കമ്പനി മാറ്റ് എടുക്കാം ഇത്രയും ഭാഗം ഇടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ സീറ്റിൻ്റെ കാര്യം സെറ്റായി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇടായിരിക്കാൻ ബെറ്റർ. പിന്നെ ഇവിടെ വരുന്ന വെള്ളം എന്തായാലും ഇതിലേക്ക് വരും. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു തീയുടെ ഭാഗം കേട്ടോ, നമ്മൾ ആ ഒരു സ്റ്റെപ്പിന് വെക്കുന്ന ഭാഗം ഇത് ഇവിടെ പാച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ക്ലിയർ ആക്കിയിട്ട് സെറ്റാക്കി ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ട് ബാക്കി ഫിറ്റ് ചെയ്യണം. പിന്നെ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഈ ഓളും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഇതിനകത്ത് ഗമ്മട്ട് ഒട്ടിക്കുക. പിന്നെ റൗണ്ടിലുള്ള പീസ് കട്ട് ചെയ്യുക. അതായത് ഇതുപോലത്തെ റൗണ്ടിലുള്ള പീസ് കട്ട് ചെയ്തിട്ട് ഇതിൽ വരുന്ന ഇങ്ങനെ എൻഡ് വരുന്ന ഭാഗങ്ങളുണ്ടാവുമല്ലോ, ഇങ്ങനത്തെ എൻഡ് വരുന്ന ഭാഗങ്ങൾ, ഇങ്ങനത്തെ മൂല അതുപോലുള്ള ഭാഗങ്ങളൊക്കെ ഒട്ടിക്കണം.
പിന്നെ അതൊക്കെയാണ് ഫോർമാറ്റിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. പെയിൻറ്റ് അടിക്കണേലല്ല കേട്ടോ ടാസ്ക്. ഇത്രയും ഇൻറ്റീരിയറിൻ്റെ ഭാഗങ്ങൾ നമ്മൾ ഫുള്ള് അയച്ചിട്ട് മാറ്റി വെച്ച് രണ്ടാമത് റീപെയിൻറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഫിറ്റ് ചെയ്യുന്ന ടൈമിൽ അത്രയും പക്കാവും. പിന്നെ അതെന്ന് വെച്ചാൽ ഏതൊരു സാധനം നമ്മൾ വിട്ടു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇതിലിപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് അയക്കാൻ പറ്റാത്ത നോബാണ്, ഇത് അയച്ചിട്ടുണ്ടെങ്കിൽ ഡാമേജ് ആവും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കണ്ടോ പൈനിൻ്റെ കുത്ത്. അപ്പോൾ ഇതൊക്കെ ഇനി അത്യാവശ്യം പോണതിനനുസരിച്ച് ക്ലീൻ ചെയ്തെടുക്കണം. അതുപോലെ ഹാൻഡ് ബ്രേക്കിൻ്റെ ഭാഗം നമുക്ക് അയക്കാൻ പറ്റാത്തതിന്. അപ്പോൾ ഫോറിൻ്റെ ഈ അടിഭാഗം അടിച്ച സ്ഥിതിക്ക് ഇവിടേക്കൊക്കെ പാളിച്ചിട്ട് ചെറുതായിട്ട് വരും. അതുപോലെ ഈ ഒരു ഭാഗം കണ്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും ശ്രദ്ധിച്ച് ചെയ്തിട്ടും ഇത്രയും 1-2 ഭാഗങ്ങളിൽ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയൽ ഭാഗങ്ങൾ അയച്ചേക്കലാണ് പെയിൻറ്റിങ്ങിൻ്റെ മെയിൻ എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞാൽ മൊത്തമായിട്ട് നമുക്ക് ഇൻറ്റീരിയർ ചെയ്യണം ഫുൾ ഫിറ്റിങ് കഴിഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇത് പോളിഷിന് കയറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം അടിക്കൽ തുടങ്ങിയിട്ടുള്ളതാണ്. പിന്നെ ഇത് കണ്ടോ ഹെഡ്ലൈറ്റിൻ്റെ രണ്ടിലുള്ള മാറ്റം കണ്ടോ. അപ്പോൾ ഇത് നമ്മൾ പോളിഷ് ചെയ്തിട്ട് എത്രത്തോളം കിട്ടുന്നുള്ളത് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിച്ചു തരാം. ജസ്റ്റ് ഇതിൻ്റെ അകത്തുള്ള ചെറിയ കട്ടിങ് വരുന്നുണ്ട്, അത് പോകില്ല. ബാക്കി മുകളിൽ വരുന്ന മഞ്ഞ കളറും കാര്യങ്ങളൊക്കെ പോയിട്ട് പക്കാവുന്നല്ലോ കേട്ടോ. ഹെഡ്ലൈറ്റ് ഫസ്റ്റ് വട്ടം നമ്മൾ അടിച്ചിട്ടോ, ഫോൺ ഉണ്ടാക്കില്ലോ, ഫസ്റ്റ് വട്ടം അടിച്ചിട്ടോ. അപ്പോൾ തന്നെ അത്യാവശ്യം ക്ലിയർ ഉണ്ട് കേട്ടോ. അതിൻ്റെ സെയിം ആയി. ജസ്റ്റ് ഇത് കൂടെ അടിച്ചിട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അടിച്ചു കേട്ടോ. ആ കിലോമീറ്റർ കൂട്ടണേ. അപ്പോൾ ഇതുണ്ടോ വണ്ടിയുടെ വർക്കും കാര്യങ്ങളും ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫുൾ ഫിനിഷ് ചെയ്തിട്ടുള്ള രൂപം എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫുൾ ഫിറ്റിംഗ് കഴിഞ്ഞപ്പോഴേക്കും വൈകി. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ ചാൻസ് പറ്റില്ല. അപ്പോൾ പിറ്റത്തെ ഒരു ദിവസം, അതായത് 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. വണ്ടിയുടെ റിന്യൂവലും കാര്യങ്ങളൊക്കെ എടുത്തു, ആ ഭാഗങ്ങളൊക്കെ ഫില്ലായി സെറ്റായി എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തിട്ടുള്ള രൂപം. ഇതിൻ്റെ ഉള്ളും ഭാഗങ്ങളും മൊത്തമായിട്ട് മുകൾ ഭാഗം നോക്കുകയാണെങ്കിൽ ഇതുണ്ടോ, റൂഫിൻ്റെ ഏരിയ ബ്ലാക്ക്, അതുപോലെ മിറർ, ഹെഡ്ലൈറ്റ്, നമ്പർ പ്ലേറ്റ്, ആ ഒരു ഭാഗങ്ങൾ ഫുള്ള് ചേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ. പിന്നെന്ന് പറയുമ്പോൾ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ 2 ടൈൽ ലാമ്പ് ഇതുണ്ടോ, സൈഡ് വ്യൂ എന്ന് പറയുമ്പോൾ ഇത്. ബാക്കിലേക്ക് വരുമ്പോൾ ഇതാണ് ലുക്ക് എന്ന് പറഞ്ഞത്. അതുപോലെ മോണോക്രോമിൻ്റെ സൈഡിലുള്ള സ്വിഫ്റ്റ് എന്നുള്ള ഭാഗത്ത് നമ്മൾ ക്ലിയർ ആക്കി വെച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ സ്വിഫ്റ്റിൻ്റെ ഈ മോണോക്രോമിൻ്റെ സെൻറ്റർ ടെസ്, അതുപോലെ സ്വിഫ്റ്റ് എന്നുള്ള ആ ഭാഗം, ബാക്കി മാരുതി സുസുക്കി നമ്മൾ ഒടിച്ചില്ല. അതുപോലെ മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ ബ്ലാക്ക്, പിന്നെ ബ്രേക്ക് ലൈറ്റിൻ്റെ ഭാഗം. ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡ് വരുമ്പോൾ മോണോഗ്രാമിൻ്റെ കാര്യം പറയുമ്പോൾ ഇത് കണ്ടോ, ഇത് ബ്ലാക്ക് ചെയ്തിട്ടുണ്ട് DDIS. പിന്നെ അതുപോലെ ബാക്ക് സൈഡ് വരുമ്പോൾ ഈ സ്വിഫ്റ്റിൻ്റെ ഈ ഭാഗം നമ്മൾ പിയാനോ ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. അതുപോലെ ഓപ്പോസിറ്റ് സൈഡും. അപ്പോൾ ഇപ്പോൾ വരുന്ന ന്യൂ മോഡൽ സ്വിഫ്റ്റിനൊക്കെ ഈ ഒരു ഏരിയറ്റൊക്കെയുള്ള സ്വിഫ്റ്റ് എന്നുള്ള കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ഇത് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിൽ വരുന്ന ഈ ഒരു പീസ് ഈ ഇന്ത്യക്കാട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇത് നമ്മൾ വൈറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ ഇതിൽ നമ്മൾ സീറ്റ് കവർ നമ്മൾ കാണിക്കാൻ മറന്നുപോയത് കേട്ടോ. അപ്പോൾ സീറ്റ് കവർ എന്ന് പറയുമ്പോൾ ഈ ഒരു ടൈപ്പ് നമ്മൾ അടിച്ചിട്ടുള്ളത് ഏറ്റവും ലോ അല്ല, അതിൻ്റെ സെൻട്രലായിട്ടുള്ള പീസ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ബാക്ക് സീറ്റ് വരുമ്പോൾ ഈ ഒരു കട്ടിങ്ങിലും അതുപോലെ ബ്ലാക്ക് അതുപോലെ റെഡ് സ്റ്റിച്ചിലോട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ റൂഫിലേക്ക് വരുമ്പോൾ ഇത് കണ്ടോ, ഈ ഒരു ഭാഗത്താണ് പറ്റ അലമ്പായിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ അത് നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട് ആ ഒരു ഭാഗം. അതുപോലെ തന്നെ എഞ്ചിൻ സൈഡിലേക്ക് വരുമ്പോൾ വൈഫറിൻ്റെ ഈ ഒരു പോർഷൻ ഫുള്ള് നമ്മൾ ബ്ലാക്ക് ഒന്നും കൂടെ അടിച്ചിട്ടുണ്ട്. വൈഫറിൻ്റെ ഈ ഒരു ബ്ലേഡിൻ്റെ ഈ ഒരു ഭാഗങ്ങൾ മൊത്തം, അതുപോലെ തന്നെ ബോണറ്റിൻ്റെ ഉൾഭാഗം വൈറ്റ് ആക്കിയിട്ടുണ്ട്. അത് പറഞ്ഞാൽ ഈ ഒരു പീസ് ഫുള്ള് നമ്മൾ പക്കയായിട്ട് ക്ലീൻ ചെയ്ത് ഉള്ളിൽ അയച്ചു കൊടുത്തതിന് ശേഷം കേട്ടോ ഈ ഭാഗം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എഞ്ചിൻ റൂമിലേക്ക് വരുമ്പോൾ ഈ ഒരു ക്രോസ്, അതുപോലെ ഈ എഞ്ചിൻ്റെ അത്യാവശ്യം കാണുന്ന ഈ ബ്ലൂ വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ വൈറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്ന കളർ എന്ന് പറയുമ്പോൾ ഓൾറെഡി വൈറ്റ് ആണ്, അപ്പോൾ നമ്മൾ ചെയ്തില്ല. പിന്നെ അപ്പോൾ അതൊക്കെയാണ് എഞ്ചിൻ റൂമിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ. പിന്നെ ഇതിനകത്തുള്ള ബ്ലാക്കും കാര്യങ്ങളൊക്കെ അതിന് മുമ്പ് പറഞ്ഞാണ്. അപ്പോൾ ഇതാണ് എഞ്ചിൻ റൂമിൻ്റെ ഒരവസ്ഥ എന്ന് പറയുന്നത്. മാരുതി സ്വിഫ്റ്റിൻ്റെ രജിസ്ട്രേഷൻ സംബന്ധിച്ചൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ കേട്ടോ.
വീഡിയോ എത്രത്തോളം ഉൾപ്പെടുത്താൻ കഴിയുമെന്ന് അറിയില്ല. അതുപോലെ തന്നെ ഈ വീഡിയോൻ്റെ മുകളിലുള്ള ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് തരാമെന്നുള്ള കേട്ടോ. വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. പുതിയ നല്ലൊരു വീഡിയോ ആണ്. ഇവരേക്കും ഗുഡ് ബൈ.